ദിസ് ഈസ് EVM UP സ്കൂൾ റേഡിയോ. കേൾക്കൂ കേൾക്കൂ കേട്ട് രസിക്കൂ. സ്കൂളിലെങ്ങും പാട്ടായി. സ്റ്റാർ FM 19.55. എല്ലാ കൂട്ടുകാർക്കും സ്റ്റാർ FMലേക്ക് സ്വാഗതം. ഞാൻ RJ അർവ. ഞാൻ RJ റീഹ. ഹലോ കൂട്ടുകാരെ, ഫെബ്രുവരി 2 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയൻ കടൽത്തീരത്തിലെ റംസാൻ നഗരത്തിൽ വെച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി. ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും 1997 ഫെബ്രുവരി 2 മുതലാണ് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. വിവിധ പരിപാടികളിലൂടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകതകളും പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. തടാകങ്ങൾ, നദികൾ, അരുവികൾ, അഴിമുഖങ്ങൾ, കണ്ടൽ പ്രദേശങ്ങൾ, ചതുപ്പ് പ്രദേശങ്ങൾ, നെൽവയലുകൾ, അണക്കെട്ടുകൾ, ജലസംഭരണികൾ തുടങ്ങിയവയെല്ലാം തണ്ണീർത്തടങ്ങളാണ്. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസംഭരണം, കരസംരക്ഷണം, ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക കൂടാതെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും നിലനിൽപ്പിന് തന്നെ തണ്ണീർത്തടങ്ങൾ അത്യാവശ്യമാണ്. നമുക്കറിയാം, തണ്ണീർത്തടങ്ങൾ ഇന്ന് ഏറെക്കുറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയും മറ്റ് എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താൻ തണ്ണീർത്തടങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതിനാൽ അവ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആണ്. നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? വിവിധ പരിപാടികളുമായി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇന്ന് 7C ക്ലാസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ദിസ് ഈസ് EVM UP സ്കൂൾ റേഡിയോ. കേൾക്കൂ കേൾക്കൂ കേട്ട് രസിക്കൂ. സ്കൂളിലെങ്ങും പാട്ടായി. സ്റ്റാർ FM 19.55. ഇമ്പമാർന്ന പാട്ടുമായി നിങ്ങളുടെ അരികിലേക്ക് ഷിയാക്കി. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണി, ചിപ്പിയുള്ളിൽ മുത്തുപോലിൻ പൊന്മകളെ, ഇന്നും കിന്നലിക്കാം ഓമനിക്കാം, ചക്കരപ്പൊന്നെറ്റിയിലോ പൊട്ടുതൊടാം, നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കൂരിരുള്, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാൻ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടി, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ, ഇത്താത്ത കൊമ്പിൽ കിളിനാദം കേട്ടു പാടേണം, മുഖങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം, ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായിന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാൻ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടി, മില്ലേ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. ഒരടിപൊളി മാപ്പിളപ്പാട്ടുമായി ഇഹാൻ. ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട്
പുള്ളിപ്പാവാടക്കാരി നീ അരികിൽ വന്ന് പുള്ളിപ്പൂമ്പാറ്റയായി നീ പറന്ന് വന്ന് പുള്ളിപ്പാവാടക്കാരി നീ അരികിൽ വന്ന് പുള്ളിപ്പൂമ്പാറ്റയായി നീ പറന്ന് വന്ന് എന്നും എന്നും എൻ്റെ കാതിൽ കഥ പറഞ്ഞ് എൻ്റെ ബാലകാല സഖിയായി കഴിഞ്ഞോളല്ലേ എന്നും എന്നും എൻ്റെ കാതിൽ കഥ പറഞ്ഞ് എൻ്റെ ബാലകാല സഖിയായി കഴിഞ്ഞോളല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂടം മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച് എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ വീണച്ച് പുള്ളിമാനോടും മയിലോടും കഥ പറഞ്ഞ് തുള്ളി മഴയിൽ ഒരുമിച്ച് നടന്നു നമ്മൾ പുള്ളിമാനോടും മയിലോടും കഥ പറഞ്ഞ് തുള്ളി മഴയിൽ ഒരുമിച്ച് നടന്നു നമ്മൾ മിന്നും മിന്നിയാവാൻ കൊതിച്ചു നമ്മൾ പണ്ട് മണ്ണൂരുട്ടി ചോറും വെച്ച് കളിച്ചു നമ്മൾ മിന്നും മിന്നിയാവാൻ കൊതിച്ചു നമ്മൾ പണ്ട് മണ്ണൂരുട്ടി ചോറും വെച്ച് കളിച്ചു നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂട മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച് എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ വീണച്ച് കണ്ണാരം പൊത്തി തമ്മിൽ കിന്നാരം ചൊല്ലി കണ്ണിമാറും തോട്ടിൽ നമ്മളും ഞാനിലാടി ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂട മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച് എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ വീണച്ച് മാപ്പിളപ്പാട്ടുമായി നിങ്ങളുടെ മുൻപിൽ മുഹമ്മദ് യാസീൻ. നോവാതെ നിന്നെയാട്ടിയേ കണ്ണാലെ ചുമ്മിച്ചോദിയേ ഉള്ളാലെ നീറിന്നാദിയേ നിന്നാലെ ഞാൻ പിരിഞ്ഞതും പിന്നാലെ നീ തിരിഞ്ഞതും ഉമ്മാടെ പൊന്നു തുമ്മിയെ പൊന്നാര പൊന്നു മീമിയെ നിന്നാലെ ഞാൻ പിരിഞ്ഞതും പിന്നാലെ ഞാൻ തിരിഞ്ഞതും ഉമ്മാടെ പൊന്നു തുമ്മിയെ പൊന്നാര പൊന്നു ബീവിയെ. ഇനിയൊരു പ്രസംഗം കേട്ടാലോ? സ്കൂൾ ലീഡർ പറയുന്നത് കേൾക്കൂ.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധ്യാൻ മുരളി. കുട്ടികളിലെ അമിത മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികളുടെ ഇടയിലുള്ള മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം. ഓരോ കാലഘട്ടത്തിലും ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് നമ്മുടെ ജീവിതശൈലികളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം. പണ്ടുകാലത്ത് കുട്ടികൾ അമ്മയുടെ മൂളിപ്പാട്ട് കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അമ്മമാർ കുട്ടികളെ മൊബൈലിൽ പാട്ട് കേൾപ്പിച്ചാണ് ഉറക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ പണ്ടുകാലത്ത് അമ്മമാർ ഭക്ഷണം കഴിപ്പിക്കുന്നത് കാക്കയും പൂച്ചയും കാട്ടിക്കൊടുത്തും കഥകൾ പറഞ്ഞുമൊക്കെയാണ്. അതൊക്കെ മാറി ഇപ്പോൾ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നത് മൊബൈൽ ഫോണിൽ ഗെയിം കളിപ്പിച്ചും വീഡിയോസ് കാണിച്ചുമൊക്കെയാണ്. ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനും ഏറ്റവും എളുപ്പത്തിൽ കഴിയും എന്നതാണ് മൊബൈൽ ഫോണിന്റെ പ്രത്യേകത. ലോകത്തിലെ ഏത് കോണിൽ നടക്കുന്ന കാര്യമായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അറിയാനും സാധിക്കുന്നു. എന്നാൽ അതിന്റെ ഇരട്ടിയിലേറെ ദോഷങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നു. കുട്ടികളിൽ ഓർമ്മക്കുറവിന് കാരണമാവുകയും അതുപോലെ തന്നെ കുട്ടികളിൽ വിഷാദ രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു. കുട്ടികളിൽ തലച്ചോറിന് വികാസം തടസ്സപ്പെടുത്താൻ മൊബൈൽ ഫോണിന് കഴിയും. വായനാശീലം കുറയുകയും കുട്ടികളിൽ ക്രിമിനൽ വൽക്കരണം കൂടുകയും ചെയ്യുന്നു. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തീർച്ചയായും കുറയേണ്ടതുണ്ട്. അതിന് കുട്ടികളോടൊപ്പം മുൻകൈ എടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികൾ കാണുന്നത് എപ്പോഴും അച്ഛനും അമ്മയും ഫേസ്ബുക്കും വാട്സപ്പും മറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ചില രക്ഷിതാക്കൾ റീൽസ് ചെയ്യുന്നതിന് വേണ്ടിയും കുട്ടികളെ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ സംശയത്തിന് മറുപടി പറയാൻ പോലും പല രക്ഷിതാക്കൾക്കും ക്ഷമ കാണിക്കാറില്ല. ദിവസവും 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ മാറ്റിവെച്ച് കുട്ടികളോടൊപ്പം ചിലവഴിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അതുപോലെ തന്നെ വായനാശീലം കുട്ടികളിൽ വളർത്തിയെടുത്താൽ ഒരു പരിധിവരെ മൊബൈൽ ഫോണിന്റെ നിന്നും രക്ഷ നേടാൻ സാധിക്കും. ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും കൂടെ പാടാൻ തോന്നുകയും ചെയ്യുന്ന ഒരു സിനിമാ ഗാനവുമായി അർവ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും മകളികയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മന്ദമന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായോ? ഇനിയും ഇതുപോലെ മനോഹരമായ പരിപാടികളുമായി മറ്റൊരു അവസരത്തിൽ കാണാം. ശുഭദിനം.
ദിവസം മറ്റൊരു ക്ലാസിന്റെ പരിപാടിയുമായി നിങ്ങൾക്ക് മുൻപിൽ എത്താം. അതുവരെ നിങ്ങളോട് ബൈ പറയുന്നത് RJ റീഹ and RJ Arba.